രാവിലെ തന്നെ മാർക്കറ്റിൽ ഡയറക്റ്റ് പോയിട്ട് നല്ല പടക്കണ ഫ്രഷ് മീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെച്ച് പൊരിച്ച് ചോറിൻ്റെ കൂടി അടിക്കുന്ന ഒരു സുഖം എൻ്റെ മക്കളെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ തലശ്ശേരി മീൻ മാർക്കറ്റിലാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട് മീൻ ഇറക്കാനും അതുപോലെ അവിടെ നിന്ന് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ മീനുണ്ട്. പല തരത്തിലുള്ള മീനുണ്ട്. എല്ലാത്തിൻ്റെ ഒന്ന് പേരെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാനിതിൽ വിശദീകരിക്കാൻ പോകുന്നില്ല. ഇന്നേ പേരെന്നൊന്നും പറഞ്ഞിട്ട്. എന്തായാലും നല്ലൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് രാവിലെ തന്നെ പോയ സമയത്ത്. മാർക്കറ്റിൻ്റെ ഉള്ളിലും മീനുകൾ ഇങ്ങനെ അടിക്കി വെച്ചിട്ടുണ്ട്. പ്രോൺസ് എല്ലാം കണ്ടാൽ നല്ല ഫ്രഷ് പ്രോൺസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അയില തുടങ്ങി ഏതെല്ലാം മീനാണ് എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. കണ്ട നല്ല തിളങ്ങുന്ന നത്തലെല്ലാം കണ്ട്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ പോയപ്പം. ഇത് കണ്ടെങ്കിൽ എനിക്കൊന്നൊരു 10-15 കിലോൻ്റെ മേലെയുള്ള തെരണ്ടിയാണ് കേട്ടോ. അതിങ്ങനെ മുറിച്ച് നല്ല പീസാക്കി സെറ്റ് ചെയ്ത് വെക്കണം. മൂപ്പര് ഏരിയ ഒക്കെ പ്രോപ്പർ ക്ലീനാണ് കേട്ടോ. അത് വേറൊരു കാര്യം. ഇത് കണ്ട് നല്ല ഐസ് ഇങ്ങനെ ചെത്തി എടുത്ത് വെക്കുന്ന മീനിൻ്റെ ആ പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാം ആ ഒരു എനർജി ഭയങ്കര സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് കണ്ട നിങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന സാധനം കണ്ട തെരണ്ടി ആയത് കേട്ടാ. നല്ല കിട്ടിയില്ല തെരണ്ടി, പല ജാതി പല സൈസിൽ പല തരത്തിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 10-30 കിലോൻ്റെ ഒക്കെ മേലുള്ള തെരണ്ടിയുണ്ട്. ഞാനിത് ജസ്റ്റ് തൂക്കി നോക്കിയതാ. എനിക്ക് ഇതൊരു 15 കിലോ ഉണ്ടെന്ന് മൂപ്പര് പറഞ്ഞത്. ഹെവി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് 5 കിലോൻ്റെ ഒന്നും അല്ലെങ്കിലും നമ്മൾ വാങ്ങിയ ഒരു 2 രണ്ടൊരു ചെറിയ തെരണ്ടിയാണ്. ചെറിയ മീൻസ് ഒരു മൊത്തം ഒരു 7 കിലോ ഉണ്ടാവും. 2 മേടിച്ചു. അത് അവിടെ എടുക്കാൻ്റെ അടുത്ത് അവിടെ വേറൊരു ഏരിയ ഉണ്ട് തലശ്ശേരി മാർക്കറ്റിൽ കട്ട് ചെയ്ത് തരുന്നത്. മൂപ്പര് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് തന്ന സാധനം. അങ്ങനെ അതും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്ത് സെറ്റപ്പാക്കി കഴിക്കണം. അങ്ങനെ തലശ്ശേരി കടലിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് രാവിലെ തന്നെ കൊണ്ട് ആരും ഇല്ല കേട്ടോ. പക്ഷേ രാവിലെ ആയാലും വൈകുന്നേരം എപ്പോഴും കടലിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറൊരു മൂടാണ് സംഭവം. കടപ്പുറത്ത് പോയിരിക്കുക, കാറ്റ് കൊള്ളുക, ആ ഒരു തിരമാലകളുടെ കാഴ്ച അടിപൊളിയാണ്. അവിടെ നേരെ നാഷണൽ ഹോട്ടലിൽ പോയി അവിടെ ഇതാ നല്ല അയിലക്കറിയും പിട്ടും രാവിലെ തന്നെ. ഏത് മൂട് നിങ്ങൾ പറഞ്ഞോളി. നല്ലൊരു ചായയും അതും അടിച്ച് നേരെ വീട്ടിലേക്ക്.